ഹായ് ഗൈസ്, മണി ഹബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പണം സേവ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ. സേവ് ചെയ്യുന്ന പണം നമുക്ക് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം, എവിടെ ഇൻവെസ്റ്റ് ചെയ്താലാണ് കൂടുതൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുക, അതുപോലെ എവിടെ ഇൻവെസ്റ്റ് ചെയ്താലാണ് റിസ്ക് കുറവുള്ളത് പറയാം. അതിനു മുൻപ് നമ്മൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇൻവെസ്റ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടേമാണ് ഇൻഫ്ലേഷൻ, അതായത് പണപ്പെരുപ്പം. അതെ, നമ്മൾ പണപ്പെരുപ്പത്തെ മറികടക്കുവാൻ വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്ന് ഞാൻ 10 രൂപയ്ക്ക് ഒരു ബുക്ക് വാങ്ങുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം ആ ബുക്കിന്റെ വില 10 രൂപയായിരിക്കില്ല. രൂപയുടെ മൂല്യം താഴുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ പണം നൽകേണ്ടി വരും. 5 വർഷങ്ങൾക്ക് ശേഷം ആ ബുക്കിന്റെ വില 25 രൂപയാണെന്ന് കരുതുക. ഞാനൊരു 10 രൂപ എന്റെ വീട്ടിൽ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ട് 5 വർഷം കഴിയുമ്പോൾ ഒരു ബുക്ക് വാങ്ങുവാൻ പോയാൽ എനിക്ക് ആ പണം കൊണ്ട് ഒരു ബുക്ക് വാങ്ങുവാൻ സാധിക്കില്ല. മറിച്ച് ഞാൻ ആ 10 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ, അതായത് ആ 10 രൂപയുടെ മൂല്യം കൂട്ടിത്തരുന്ന എന്തൊരു സാധനവും ഞാൻ വാങ്ങിവെച്ചാൽ 5 വർഷങ്ങൾ കഴിയുമ്പോൾ അതിന്റെ മൂല്യം 25 രൂപയോ അതിന് മുകളിലോ ആയിരിക്കും. അപ്പോൾ എനിക്ക് ആ ബുക്ക് 25 രൂപ കൊടുത്ത് വാങ്ങുവാനും സാധിക്കും. ബാക്കി എത്ര പണം കിട്ടിയിട്ടുണ്ടോ അതെനിക്ക് എന്റെ ബാക്കി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുവാനും സാധിക്കും. ഇതാണ് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന പ്രോസസ്സ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ പണപ്പെരുപ്പത്തെ മറികടക്കുവാൻ നമുക്ക് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. ആദ്യമായിട്ട് ഞാൻ പറയുന്നത് വളരെ ബേസിക് ആയിട്ട് ട്രഡീഷണൽ ആയിട്ട് എല്ലാവരും ചെയ്തു പോരുന്ന ബാങ്ക് എഫ്ഡികളെ പറ്റിയാണ്. അതായത് നമ്മൾ ഒരു എമൗണ്ട് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റായി ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ആ തുകയ്ക്ക് ഫിക്സഡ് ആയ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് അതിന്റെ മെച്യൂരിറ്റി പീരീഡിലോ കൃത്യമായ ഇടവേളകളിലോ തിരികെ കിട്ടുന്നു. ഇത്തരം ഇൻവെസ്റ്റ്മെന്റുകളിൽ നമ്മൾക്കുള്ള റിസ്കുകളും കൺഫ്യൂഷനുകളും തീരെ കുറവായിരിക്കും. 6.5% മുതൽ 8.5% വരെ ഇൻട്രസ്റ്റ് റേറ്റാണ് ബാങ്കുകൾ സാധാരണയായി തരാറുള്ളത്. ചില സ്വകാര്യ ബാങ്കുകളും ചിറ്റ് ഫണ്ട് സ്ഥാപനങ്ങളും അതിലും കൂടുതൽ ഇൻട്രസ്റ്റുകളും നൽകാറുണ്ട്. ഞാൻ പേഴ്സണലായി സജസ്റ്റ് ചെയ്യുന്നത് RBI ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്ന നാഷണലൈസ്ഡ് ബാങ്കുകളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനാണ്. സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളുടെ പണം നഷ്ടമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റീസെന്റ് കാൽക്കുലേഷൻസ് പ്രകാരം നമ്മുടെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റേറ്റ് 7.41% ആണ്. അതായത് ബാങ്ക് എഫ്ഡികളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻഫ്ലേഷനെ മറികടക്കാൻ ചെറിയ രീതിയിൽ സാധിക്കുന്നു എന്നത് വളരെ നല്ല കാര്യമാണ്. സമാന രീതിയിൽ നമുക്ക് പണം നിക്ഷേപിക്കാൻ കഴിയുന്ന മറ്റൊരു മാർഗമാണ് പോസ്റ്റ് ഓഫീസുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ടൈം ഡെപ്പോസിറ്റുകൾ. ഈ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റുകളിൽ നമുക്ക് കിട്ടുന്ന പലിശ നിരക്ക് എന്നത് 6.9% മുതൽ 7.5% വരെയാണ്. കാലാവധി കൂടുന്നതിനനുസരിച്ച് നിരക്കിനും വ്യത്യാസം വരുന്നു. പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ് സ്കീമുകൾക്ക് ടാക്സ് ബെനിഫിറ്റ്സ് ഒന്നുമില്ല. എന്നാൽ ഇതിൽ നിന്നും കിട്ടുന്ന റിട്ടേൺസിന് TDSഉം പിടിക്കില്ല. നിങ്ങൾക്ക് മുഴുവൻ തുകയും കയ്യിൽ കിട്ടുന്നതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇത്തരം ഇൻവെസ്റ്റ്മെന്റുകളെല്ലാം തന്നെ വളരെ റിസ്ക് കുറഞ്ഞതും കൺഫ്യൂഷൻസ് ഇല്ലാത്തതുമാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയ റിട്ടേൺസ് നേടിത്തരുവാൻ സാധിക്കുകയുമില്ല. ഇതെല്ലാം തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പ്രായമായ ആളുകൾക്കും ഒട്ടും തന്നെ റിസ്ക് എടുക്കാൻ സാധിക്കാത്ത ആളുകൾക്കുമാണ്. ഇനി നിങ്ങളുടെ പ്രായം 20കളിലോ 30കളിലോ അല്ലെങ്കിൽ 40കളിലോ ആണ് എങ്കിൽ, നിങ്ങൾ കുറച്ചുകൂടി റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകൾ ഞാൻ പറയാം. നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ്സ് നോക്കുമ്പോൾ അത് ഇൻഫ്ലേഷനെ നല്ല രീതിയിൽ തന്നെ മറികടക്കുന്നതും ലോങ് ടൈം ബെനിഫിറ്റ്സ് നേടിത്തരുന്നതുമായിരിക്കണം. കുറച്ചൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും ഗ്രോത്ത് ഉണ്ടായാൽ അതിൽ നല്ല ബെനിഫിറ്റ്സും ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളിൽ ആദ്യത്തേത് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. ഇവിടെ എന്നെയും നിങ്ങളെയും പോലെയുള്ള ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ഉപയോഗിച്ച് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുന്നു. അതായത് പല അസറ്റ് ക്ലാസ്സിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതൊരു ബാസ്ക്കറ്റ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ സ്റ്റോക്സ് ഉണ്ടാകും, ഗോൾഡ് ഉണ്ടാകും, കമ്പനി ഷെയർസ് ഉണ്ടാകും, ഗവൺമെന്റ് ബോണ്ടുകൾ ഉണ്ടാകും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്ത് പല ഫണ്ടുകളിലായി ഇടുവാനും സാധിക്കുന്നതാണ്. കഴിഞ്ഞ 15 വർഷത്തെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ ആവറേജ് 12.5% ഗ്രോത്ത് റേറ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. അതായത് FDയെക്കാളും ഗോൾഡിനേക്കാളും ഒക്കെ വലിയൊരു ഗ്രോത്ത് റേറ്റ് പെർഫോമൻസ് ആണ് ഇതിൽ കാണാൻ കഴിയുന്നത്. മ്യൂച്വൽ ഫണ്ട്സ് തന്നെ പലതരമുണ്ട്. ആളുകളുടെ ആവശ്യാനുസരണം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ പലതരം മ്യൂച്വൽ ഫണ്ട് സ്കീമുകളും അതിൽ തന്നെ പലതരം ഫണ്ടുകളും ഇന്ന് അവൈലബിൾ ആണ്. മ്യൂച്വൽ ഫണ്ട്സ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പുതിയൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ അടുത്ത് ഉടൻ തന്നെ എത്തുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഫോളോ ചെയ്യുക. താങ്ക്